ആരും കണ്ടില്ലേലും ആരും ശ്രദ്ധിച്ചില്ലേലും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരാൾ സദാ നിങ്ങളോടൊപ്പമുണ്ട്. ആ ആളെ സംബന്ധിച്ചാണ്, ആ സാധ്യതയെ സംബന്ധിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. അറിയണത് അറിഞ്ഞില്ല വലിയ അപകടമാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എന്ത് വേണേ എന്നെപ്പറ്റി പറഞ്ഞു, എന്തു വേണേ ചെയ്തോ എനിക്കെതിരായിട്ട്, ആരും കണ്ടില്ലേലും കാണുന്ന ഒരാളുണ്ട് എന്ന് നിസ്സഹായതയോട് നമ്മൾ പറയാറുണ്ടല്ലേ, വാശിയോടെ പറയാറുണ്ട്. ആരും കണ്ടില്ലേലും നിങ്ങൾ കാണാത്ത ഒരാള് ഇതെല്ലാം കാണുന്നുണ്ട്, തക്ക ശിക്ഷ കിട്ടിക്കോളും എന്ന് ഒരു വാക്ക് ഉപയോഗിക്കാത്ത ആരുമില്ല. അപ്പം അതാരാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. അതിന് തേടി പുറത്ത് എങ്ങും പോകണ്ട. നമ്മുടെ ഒരു പ്രശ്നം അതാണ്. നമ്മളിങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മളിൽ തന്നെയുള്ള കാര്യങ്ങളെ അറിയാൻ വേണ്ടി പുറത്തേക്കാണ് തേടി തെരഞ്ഞെറിഞ്ഞ് നടക്കുക. അപ്പൊ ആരും കണ്ടില്ലേലും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ വാച്ച് ചെയ്യുന്ന നിങ്ങളിലൊരു അപരനുണ്ട്. അതാണ് നിങ്ങളുടെ ആത്മാവ്. ഈ ആത്മാവിന്റെ ശക്തി, ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ആ ചെയ്യുന്ന അതേപോലെ ഇവൻ കോപ്പി ചെയ്യും. നമ്മൾ ചില പട്ടിയും പൂച്ചയൊക്കെ വളർന്നുണ്ട്, തത്തയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പാരറ്റിനെയൊക്കെ നമ്മൾ എന്താണോ നിങ്ങൾ പറയുന്നത് അതിന്റെ അർത്ഥമൊന്നും അറിയത്തില്ല, പക്ഷെ അതേപോലെ കോപ്പി ചെയ്യും. ചീത്ത വർത്തമാനമാണ് പറഞ്ഞത്, അത് അതേപോലെ ചീത്ത വർത്തമാനം തിരിച്ചു പറയും. ഇനി നല്ല വാക്കുകളാണ് പറയുന്നത്, നല്ല വാക്ക് പറഞ്ഞു. സാറേ നിങ്ങളെ ശ്രദ്ധിച്ചോണ്ടായിരിക്കും നിങ്ങളുടെ ഓരോ ചലനങ്ങളും. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായയെ കണ്ടിട്ടില്ലേ, യജമാനെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ ചേട്ടകളും അടുത്ത നിമിഷം നിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ നമ്മളെക്കാളും കൂടുതൽ അറിയാം എന്ന് പറഞ്ഞ കണക്ക് അതിശക്തനായ അപകടകാരിയായിട്ടുള്ള ഒരാൾ സദാ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ ആത്മാവിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊന്ന് അറിയുക. ഓക്കെ, അതിലാദ്യം അതിന്റെ പൊതുവായിട്ട് സയൻസ് അറിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സർവ്വതിന്റെയും കേദാരമാണ്. എല്ലാത്തിന്റെയും വിളനിലമാണ്. എല്ലാം അടങ്ങിയിട്ടുണ്ട്. നല്ലതും ചീത്തയും അഭിവൃദ്ധിയും പുരോഗതിയും അധോഗതിയും എല്ലാം നിറഞ്ഞ് കണ്ടെയ്ൻ ചെയ്തിരിക്കുക, നിറഞ്ഞു നിൽക്കുക. അപ്പൊ നമ്മുടെ ചിന്ത കൊണ്ട് സദാസമയവും ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല, പ്രവർത്തിക്കുന്ന എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. നമ്മൾ ഒറ്റയ്ക്ക് ജീവിതം ഈ സമൂഹത്തിനിടയ്ക്ക് കഴിയുമ്പോൾ, ഒരു വീട്ടിൽ കഴിയുമ്പോൾ, മറ്റു വ്യക്തികളോടൊപ്പമാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളും ചില പ്രവർത്തികളും നിങ്ങൾക്ക് അറിയൂ. മറ്റൊരാൾ കാണാത്ത ഒരാൾ നമ്മൾ ഉണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്. ഇന്ന് വരെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം കഴിഞ്ഞവർ കണ്ടിട്ടില്ലാത്ത ഒരാൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾക്ക് അറിയും. അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണോ, പുറമേ ഉള്ളവർക്ക് ഒരുപക്ഷെ നല്ല രീതിയിലൊക്കെ നമ്മൾ പെരുമാറുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്താണോ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഭാവം, ചിന്തകൾ, മറ്റുള്ളവർ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കും, പക്ഷെ നമ്മൾ ഉള്ളിൽ അയാളെ പറ്റി അടുത്ത നിമിഷം നിങ്ങൾ കൊനിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ഇത് ആ വ്യക്തികൾ വേറെ ആരും അറിയുന്നില്ല, അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കാണുന്ന ഒരാളുണ്ട്, അതാരാ? നിങ്ങളുടെ ആത്മാവാണ്. അതിങ്ങനെ നിരന്തരമാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഒരു ആത്മാവിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓരോന്നും അത് അങ്ങനെ തന്നെ പിടിക്കും. അതിന് പ്രത്യേകിച്ച് ആരോടും ഒരു വിവേചനവും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പവർഫുള്ളാണ്. അപ്പൊ നമ്മുടെ ഓരോ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ സാധനം നമ്മളെ സദാ റഡാർ പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് നേരെ. അത് അതേപോലെ കോപ്പി ചെയ്യും. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കും. നമ്മുടെ ഓരോ ചിന്തകളും, ഈ ചിന്തകളെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല പ്രോഗ്രാം ചെയ്തെടുക്കാനാണ് സത്സംഗ്, നല്ല കൂട്ടുകെട്ട്, സത്സംഗ്, സത്ചിന്തകള്, സത്പ്രവർത്തികൾ, സത്ത് എന്നുള്ള ഒരു ചോയ്സ് ആദ്യം എടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ സത്തിൻ്റെതായിട്ടുള്ള, സത്ചിന്തകളുടേതായിട്ടുള്ള, സത്പ്രവർത്തനത്തിൻ്റെതായിട്ടുള്ള ഓരോന്ന് ചെയ്യുമ്പോഴും മറ്റൊരാള് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളൂ. ഇനി മറ്റ് പൊതുവെ പുറമേയുള്ള ആൾക്കാർ കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി പുറമേ പല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഈ വ്യക്തിയുടെ ക്വാളിറ്റി മോശമാണെങ്കിൽ പുറമേ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം കാണുന്ന ഒരാൾ അകത്തായിരിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. അത് ബിസിനസ്സിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, നമ്മൾ പരസ്പരം പല ഏരിയകളിലും പെരുമാറുമ്പോൾ മറ്റു വ്യക്തികൾ കാണാത്തപ്പോൾ നമ്മുടെ പെരുമാറ്റം പലപ്പോഴും ആരും കാണുന്നില്ലല്ലോ എന്ന് വെച്ച് ഡയത്തി ആയിട്ടുള്ള വൃത്തിയായിട്ട് രീതിയിലുള്ളതാണെങ്കിലോ നിങ്ങളുടെ ആത്മാവ് പിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു
പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുന്നു, ഒരു ബസ് സ്റ്റാൻഡിൽ പോകുന്നു, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നു. അതിനകത്ത് കയറി നിങ്ങൾ ഉപയോഗം കഴിഞ്ഞ് ഫ്ലഷ് ചെയ്യണമെന്നുള്ള സാമാന്യ മര്യാദയാണ് നമുക്കറിയാവുന്നതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പൊ ആര് കാണാൻ, നമ്മൾ ഇറങ്ങിപ്പോയി. പക്ഷെ പുറമേ ആരും കണ്ടിട്ടില്ല. ആര് കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ ആത്മാവ് കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഈ പണ്ട് നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയ ദൈവം ചതിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അറിയാൻ മേലാത്ത ഒരാളെ കയറി നമ്മൾ ആ വിഷയത്തിൽ അറിവില്ല എന്ന് വെച്ചിട്ട് അവര് അന്ധരാണ്. അപ്പോൾ കയറി കൂടുതൽ അവരെ ചൂഷണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പുറമേയുള്ള ആ വ്യക്തിയെ അറിയുന്നില്ല, ആൾക്കാരും അറിയുന്നില്ല, പക്ഷെ കാണുന്ന ഒരാളുണ്ട്. ഇതാണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. ഇപ്പൊ കാണുന്ന ഒരാളില്ലേ,